മൈലേജിൻ്റെ റേഞ്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ. ഇനിയാണ് റോയൽ എൻഫീൽഡ് നമ്മുടെ കാശ് തിന്നാൻ തുടങ്ങുന്നത്. ബാക്ക് ടയർ ഞാൻ പ്രതീക്ഷിച്ചത് പോലെയല്ല. ഹലോ ഗൈസ്, ബാക്ക് ടു ദ ചാനൽ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മളിന്നവനെ സർവീസ് ചെയ്യാൻ കൊണ്ടുപോവാണ്. ഇത് 5th സർവീസാണ്, ഫസ്റ്റ് പെയ്ഡ് സർവീസാണ്. ഇതൊരാളൊക്കെ ഫ്രീ സർവീസ് ആയിരുന്നു. ഞാൻ സർവീസ് ബുക്ക് ചെയ്തേക്കുന്നത് എടപ്പള്ളിയിലുള്ള റോയൽ എൻഫീൽഡ് സർവീസ് സെൻറ്ററിലാണ്. നാളത്തേക്കാണ് സർവീസ് ബുക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ നാളെ രാവിലെ തന്നെ എത്തിക്കണം, എന്നാലും എനിക്ക് വൈകുന്നേരം വണ്ടി ഇട്ടുള്ളൂ. പക്ഷെ നാളെ രാവിലെ എത്തിക്കാൻ എനിക്ക് വർക്കുള്ള കാരണം കൊണ്ട് നാളെ രാവിലെ എത്തിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഇന്ന് ഞാൻ വണ്ടി അവിടെ കൊടുക്കുന്നു. നാളെ ഒരു സർവീസ് കഴിഞ്ഞ് വിളിക്കുന്നു, ഞാൻ പോയി വണ്ടി എടുക്കുന്നു. അതാണ് എൻ്റെ പ്ലാൻ. വണ്ടിക്ക് വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ചേഞ്ച് മാത്രമാണ് വരുന്നുള്ളൂ. ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽട്ടർ ചേഞ്ചുമാണ് വരുന്നത്. ഇന്നിപ്പോൾ ഞാൻ വണ്ടി അവിടെ കൊണ്ടുവന്ന് വയ്ക്കും, നാളെ സർവീസ് ചെയ്യും. പിന്നെ ഞാൻ ആ സർവീസിൻ്റെ ഡീറ്റെയിലും പിന്നെ ഇതുവരെ ചെയ്ത സർവീസുകളുടെ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും. പിന്നെ എൻ്റെ വണ്ടിയിൽ വന്ന കംപ്ലയിൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. റോയൽ എൻഫീൽഡ് 650cc മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഇത് കറൻ്റ് ഉപയോഗിക്കുന്നവർക്കും ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവരൊക്കെ കണ്ടിരുന്നു. എത്രയൊക്കെ സർവീസ് കോസ്റ്റ് വരും എന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെ ചേഞ്ച് ചെയ്യണം, എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ട് എന്നൊക്കെ സർവീസ് അഡ്വൈസർ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ സർവീസ് ബുക്ക് ചെയ്തിരുന്ന സമയത്ത് അവർ അവിടെ നിന്ന് പറഞ്ഞത്. പിന്നെ ഇതിന് ചെറിയൊരു കംപ്ലയിൻ്റ് എനിക്ക് ഫീൽ ചെയ്തത്, ഇത് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് ചാടുന്നുണ്ട്. അതൊന്ന് പറയണം. ആ ഒരു കംപ്ലയിൻ്റാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക്. എൻ്റെ വണ്ടി എടുത്തപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വന്നത് 3,52,000 ആണ്. പിന്നെ ക്രാഷ് ഗാർഡ്, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, 5 ഇയർ ഇൻഷുറൻസ്, അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് 3,58,000 ഓക്കെ, നമ്മളിപ്പോൾ സർവീസ് സെൻറ്ററിൽ എത്താറായിട്ടുണ്ട്. ഈ ഇടത്ത് സൈഡിൽ കാണുന്നതാണ് സർവീസ് സെൻറ്റർ. അവിടെ വണ്ടി കൊടുക്കുക, അതിനുശേഷം തിരിച്ചു പോരുക. അത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. One eternity later. ഗൈസ്, നമുക്ക് ബൈക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. സർവീസ് കഴിഞ്ഞിട്ട് 5th സർവീസ് കഴിഞ്ഞു. 5th സർവീസ് പെയ്ഡ് സർവീസ് ആയിരുന്നു. അത് കഴിഞ്ഞു, ഞാൻ വണ്ടി ഇറക്കി. മിനിങ്ങാന്നാണ് നമ്മൾ വണ്ടി കൊടുത്തത്. ഇന്നലെ പണി കഴിഞ്ഞപ്പോൾ ലേറ്റായി, അതുകൊണ്ട് ഇന്നലെ വന്ന് എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞാൻ വണ്ടി എടുത്തു. ഇനി ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ വന്ന സർവീസ് കോസ്റ്റും, അതായത് വണ്ടി എടുത്തതിന് ശേഷം ഇതുവരെ എൻ്റെ വണ്ടിക്ക് വന്ന ഓരോ സർവീസിനും ഏകദേശം എത്ര രൂപ വെച്ചിട്ട് വന്നു, എന്തൊക്കെ ചേഞ്ച് ചെയ്തു എന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ 650cc ഉപയോഗിക്കുന്നവർക്ക്
ഉപകാരപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ പുതുതായിട്ട് ഈ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഉപകാരപ്പെടുമായിരിക്കും ഈ വീഡിയോ. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞു. എനിക്ക് 2020 ഒക്ടോബർ 30 വണ്ടി ഡെലിവറി ചെയ്തത്. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഞാൻ ഇതുവരെ, അതായത് ഈ 5th സർവീസ് വരെ വണ്ടിയിൽ ചെയ്ത സർവീസും, അതായത് സർവീസിൻ്റെ ഡീറ്റെയിൽസും എത്ര എമൗണ്ട് വന്നു എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് സർവീസ് വന്നത് 500-ലാണ്. എനിക്ക് ഇപ്പോഴത്തെ 1000-ലാണ് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് സർവീസ് ചെയ്ത് 500 എനിക്ക് എൻ്റെ വണ്ടി എടുത്ത സമയത്ത് 500-ലായിരുന്നു ഫസ്റ്റ് സർവീസ് വന്നത്. അതിനകത്ത് ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവീസ് കോസ്റ്റ് വന്നത് 2500 രൂപയുടെ അടുത്താണ്. 2500 രൂപ റേഞ്ച് കൃത്യം എമൗണ്ടല്ല കേട്ടോ ഞാൻ പറയണത്. കാരണം 2 വർഷം മുമ്പുള്ള കാര്യമാണ്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നാലും എനിക്ക് ഏകദേശം ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ഞാൻ പറയണത്. 2500 രൂപയാണെന്ന് ഓയിൽ ചേഞ്ചിൻ്റെ എമൗണ്ട് വന്നു. ലേബർ ചാർജ് വന്നിട്ടില്ല. പിന്നത്തെ സർവീസ് വന്നത് 5000 കിലോമീറ്ററിലാണ്. അതിനകത്ത് ഓയിൽ ചേഞ്ച് വരുന്നില്ല, ജനറൽ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. അതിന് എനിക്ക് വന്നത് 400 സംതിങ് രൂപയാണ്. 500 രൂപ താഴെയാണ് എനിക്ക് ആ ഒരു സർവീസിന് വന്നിട്ടുള്ളൂ. പിന്നത്തെ സർവീസ് 10000 കിലോമീറ്ററിലാണ്. അതിനകത്ത് എന്തായാലും ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. ഏകദേശം 3000 രൂപയുടെ അടുത്ത്, 2500 3000 അതിനുള്ളിലാണ് വന്നത്. പിന്നത്തെ സർവീസ് എന്ന് പറയുന്നത് ഫോർത്ത് സർവീസ് എനിക്ക് വന്നത്, അത് ജനറൽ ചെക്കപ്പ് ഉള്ളൂ. അത് 1000 താഴെയാണ് വന്നത്. വേറെ കോസ്റ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്രയാണ് ഫോർത്ത് സർവീസ് വരുന്നത്. ഇനി ഇന്നത്തെ സർവീസ്, 5ാമത്തെ സർവീസാണ്. പെയ്ഡ് സർവീസാണ്. ഈ വണ്ടിയുടെ ആദ്യത്തെ പെയ്ഡ് സർവീസാണ്. അപ്പോൾ ഇതിനെനിക്ക് വന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3500 രൂപയാണ്. അതായത് ഈ ഒരു സർവീസ് തൊട്ട് ലേബർ ചാർജ് വരുന്നുണ്ട്. ലേബർ ചാർജ് വന്നത് 900 രൂപയാണ്. ബാക്കി ഓയിൽ ചേഞ്ചും പിന്നെ ഓയിൽ ഫിൽറ്റർ ചേഞ്ചും ആണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മേജർ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഒരു ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഒരു ജമ്പിങ് ഉണ്ടായിരുന്നു വണ്ടി. അത് ഞാൻ അവരോട് പറഞ്ഞു, അത് പാർട്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല. ആക്സിലേറ്റർ കേബിളും നമ്മുടെ ക്ലച്ച് കേബിളും ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ ഓയിൽ മാറി, ഓയിൽ ഫിൽറ്റർ മാറി, ലേബർ ചാർജ് വന്നിട്ടുണ്ട്. പിന്നെ എന്തോ കൺസ്യൂമബിൾ ചാർജ് എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഗ്രീസ്, ഓയിൽ, അങ്ങനത്തെ ലൂബ്രിക്കേഷൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ കാശാണെന്നാണ് പറഞ്ഞത്. അത്രയാണ് എൻ്റെ സർവീസിന് ഇതുവരെയുള്ള സർവീസുകൾക്ക് ഈ വണ്ടിക്ക് വന്നേക്കണത്. വലിയ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ മെയിൻ കോസ്റ്റ് വരുന്നത് ഓയിലിനാണ്. അത് 2500, 3 ലിറ്ററോളം ഓയിൽ വണ്ടിക്ക് വേണം. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ ഓയിൽ തന്നെയാണ്. അതിന് 2500 രൂപ റേഞ്ചാണ് വരുന്നത് 3 ലിറ്ററിന്. മഴ പെയ്യുന്നുണ്ടല്ലോ. നമുക്ക് തൽക്കാലം ഇവിടെ ഒതുക്കാം, എന്നിട്ട് പറയാം. ഞാൻ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ 5 സർവീസിൻ്റെ കാര്യമാണ്. ആദ്യത്തെ പെയ്ഡ് സർവീസാണ്. ഇതുവരെ ഉള്ളതൊക്കെ ഫ്രീ സർവീസായിരുന്നു. ഇനിയുള്ളതൊക്കെ അങ്ങോട്ട് പെയ്ഡ് സർവീസാണ്. മഴ ചാറുണ്ടോ? മഴ ചാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് 5th സർവീസാണ്. ഇനിയാണ് റോയൽ എൻഫീൽഡ് നമ്മുടെ കാശ് തിന്നാൻ തുടങ്ങുന്നത്. പെയ്ഡ് സർവീസ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ലേബർ ചാർജ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. ഇതുവരെയുള്ളതൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇതുവരെയുള്ള ചെറിയൊരു സർവീസ് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് പിന്നെ മേജർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു എന്ന് പറയപ്പെടുന്നതല്ല, മേജറായിട്ട് കംപ്ലൈൻറ്റ് ഒരെണ്ണം വന്നത് ഈ സ്പീഡോമീറ്റർ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. ഈ ഡയൽ ചുമ്മാ കിടന്ന് നമ്മുടെ സ്പീഡ് അനുസരിച്ച് അല്ലാണ്ട് ചുമ്മാ കിടന്ന് ഡിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് വാറണ്ടിയിൽ ക്ലെയിം ചെയ്ത് സെറ്റ് ചെയ്തൊന്നും വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പൈസയൊന്നും ചിലവായില്ല, ഒരു പൈസയില്ല. അതിന് ലേബർ അങ്ങനത്തെ കേസൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തന്നെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു. അതാണ് ഈ വണ്ടിക്ക് വന്ന മേജർ ഒരു കംപ്ലൈൻറ്റ്. പിന്നെ നമ്മുടെ ഈ വണ്ടി ഏറ്റവും കൂടുതൽ കാശ് തിന്നാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ ബാക്ക് ടയർ. ബാക്ക് ടയർ ഞാൻ പ്രതീക്ഷിച്ചത് പോലെയല്ല, ഒട്ടും ലൈഫില്ല. മീൻസ് ഞാൻ ഇതിനു മുമ്പ് ക്ലാസിക് 350 ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നോർമൽ ഒരു 650cc വണ്ടിക്ക് ഇത്ര ലൈഫായിരിക്കും കിട്ടുള്ളൂ. പക്ഷേ ഞാനത് പ്രതീക്ഷിച്ചില്ല, ഇത്രയും കുറവായിരിക്കുന്നത് പ്രതീക്ഷിച്ചില്ല. ഇതിന് ബാക്ക് ടയറിന് 10000 കിലോമീറ്ററാണ് മാക്സിമം ലൈഫ് കിട്ടുള്ളൂ. ഫ്രണ്ട് ടയറിന് 15000 കിട്ടി എനിക്ക്. എന്തായാലും ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഓരോ തവണ മാറിയിട്ടുണ്ട്. അതും ബാക്ക് ടയർ 1 വർഷം കഴിഞ്ഞപ്പോൾ മാറി. ഇതിപ്പോൾ 2ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇത് 2ാമത് മാറാറായിട്ടുണ്ട്. അന്നേരം ഞാൻ ടയറിൻ്റെ
ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് വണ്ടിയുടെ സർവീസിൻ്റെ കാര്യങ്ങൾ. ഫോർത്ത് സർവീസ് വരെ നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന എമൗണ്ട് ഉള്ളൂ. ഒരു 650cc വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അഫോർഡ് ചെയ്യാവുന്നതാണ്. ഫിഫ്ത്ത് സർവീസ് വരുമ്പോൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് നമ്മൾ അവരോട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന് ലേബർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിക്ക് വന്നത്. ഫസ്റ്റ് സർവീസ് 2500 റേഞ്ച്, സെക്കൻഡ് സർവീസ് 500 താഴെ, തേർഡ് സർവീസ് 2500-3000 ഇടയ്ക്ക്, ഫോർത്ത് സർവീസ് 1000 താഴെ, ഫിഫ്ത്ത് സർവീസ് 3500. അതിപ്പോൾ ഞാൻ വണ്ടി എടുത്ത് കാശ് അടച്ച് പോകുന്ന കാരണം കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാവും, എൻ്റെ വണ്ടി ഇൻ്റർസെപ്റ്റർ ആണോ കോണ്ടിനെൻ്റൽ GT ആണോ? ഡെഫിനറ്റ്ലി ഇത് കോണ്ടിനെൻ്റൽ GT ആണ്. നമ്മുടെ വഴിയുടെ ഗുണം കൊണ്ട് ഞാനിതിൻ്റെ ഹാൻഡിൽ ബാർ മാറ്റി ഇൻ്റർസെപ്റ്ററിൻ്റെ വെച്ചേക്കനെയാണ്. ഇത് റോയൽ എൻഫീൽഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അവരുടെ ഷോറൂമിൽ ഓർഡർ കൊടുത്ത് ഞാൻ വരുത്തിച്ച് ചെയ്യിപ്പിച്ചാണ്. അതിനകത്ത് വേറെ മുറിക്കലോ അല്ലെങ്കിൽ പാർട്സ് ചേഞ്ച് ചെയ്യലോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ അസംബ്ലി അങ്ങനെ പഴം വരുത്തിച്ചിട്ട് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്തത്. ഇത് കോണ്ടിനെൻ്റൽ GT തന്നെയാണ് വണ്ടി, ആർക്കും സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രേ ഉള്ളൂ വണ്ടിയിൽ സർവീസിൻ്റെ കാര്യങ്ങൾ. ഇതെന്തായാലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്നേ വിശ്വസിക്കുന്നു. സർവീസ് കോസ്റ്റൊക്കെ എത്ര വരും എന്ന് പറയണം. ടയറിൻ്റെ കേസ് നമ്മളൊന്ന് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ റോഡും അത്ര ബോറാണ്, അത് കാരണം കൊണ്ട് നമുക്ക് ടയർ ലൈഫൊക്കെ വളരെ കുറവാണ് കിട്ടുള്ളൂ. അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം വണ്ടി എടുക്കാൻ. ഫ്രണ്ട് ടയർ 15000 കിട്ടും, ബാക്ക് ടയർ 10000 കിട്ടും. സ്റ്റോക്ക് ടയർ പെരലിയായിരുന്നു കിടന്നത്. ഞാൻ പിന്നെ സിയാറ്റാണ് ഇട്ടേക്കണത്. ഇപ്പോൾ സ്റ്റോക്ക് വരുന്നത് സിയാറ്റാണ് വരുന്നത്, അതുകൊണ്ടാണ് സിയാറ്റ് ഇട്ടേക്കണത്. ടയറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ടയർ മാറുന്ന ടൈമിലുള്ള വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വണ്ടിയിൽ വന്ന സർവീസ്, അതിൻ്റെ കോസ്റ്റ്, പിന്നെ വേറെ എന്തെങ്കിലും മേജർ കംപ്ലയിൻ്റ് ഉണ്ടോ? അത് മേജർ കംപ്ലയിൻറ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. വണ്ടി എടുത്തതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 2 വർഷമായി 25, 24 ഒക്കെ വെച്ചിട്ട് മൈലേജ് കിട്ടുന്നുണ്ട്. ഈ വണ്ടീനെ സംബന്ധിക്കുന്ന ഇതിനകത്ത് വരുന്ന പണികളോ അല്ലെങ്കിൽ പാർട്സ് ചേഞ്ചോ സർവീസോ അങ്ങനത്തെ റിലേറ്റഡ് ആയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മഴക്കാറ് വെച്ചിട്ടുണ്ട്, മഴ പെയ്യണേക്കും വീടെത്താൻ നോക്കട്ടെ. എന്തായാലും നിങ്ങൾ ആർക്കെങ്കിലും ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 650 എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.